കരവാളൂർ ഗ്രാമപഞ്ചായത്ത് കുരിലുമുകൾ കുടുംബശ്രീ ADSന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് യാത്രയയപ്പും ADS പ്രതിമാസ ആഘോഷവും സംഘടിപ്പിച്ചു. കരവാളൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി VR അജിത്തിന് യാത്രയയപ്പ് ചടങ്ങും 9ാം വാർഡ് കുരിലുമുകൾ കുടുംബശ്രീയുടെ ADS പ്രതിമാസ ആഘോഷവുമാണ് സംഘടിപ്പിച്ചത്. കരവാളൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് V രാജൻ കുരിലുമുകൾ കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അവരുടെ ADS യോഗത്തിൽ തന്നെ അവരുടെ വരുമാന സ്രോതസ്സുകളും അവരുടെ പ്രവർത്തനങ്ങളും അവതരിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ADSന്റെയും അതാത് മാസങ്ങളിലുള്ള അതുവരെയുള്ള ഓരോ മാസങ്ങളിലെയും വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കാറുണ്ട്. അങ്ങനെ ചിട്ടയായി നമ്മുടെ എല്ലാ കുടുംബശ്രീ യൂണിറ്റുകളും ചിട്ടയായ കണക്കുകൾ അവതരിപ്പിക്കുന്നത് കൊണ്ട് നമ്മുടെ ഏതാണ്ട് 17 കുടുംബശ്രീ യൂണിറ്റുകൾക്കും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ അതിലൂടെ നടപ്പാക്കാൻ കഴിയും. തീർച്ചയായും നമ്മുടെ നാടിനെ നമ്മുടെ സംസ്ഥാനത്തെ ഐശ്വര്യപൂർണ്ണമാക്കുന്ന വലിയ ഒരു പടവൃക്ഷം തന്നെയാണ് കുടുംബശ്രീ സംവിധാനം. ഏതാണ്ട് 95-97 കാലഘട്ടങ്ങളിൽ ആരംഭിച്ച കുടുംബശ്രീ സംവിധാനമാണ് ഇന്ന് ലക്ഷക്കണക്കിന് കുടുംബശ്രീ അംഗങ്ങളുമായി ഈ രാജ്യത്തിന് മാതൃകയായി കേരളത്തിലെ കുടുംബശ്രീ സംവിധാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന മുഖ്യ അജണ്ട ഏറ്റെടുത്തുകൊണ്ട് തുടങ്ങിയ കുടുംബശ്രീ സംവിധാനം ഇപ്പോൾ ദാരിദ്ര്യമെല്ലാം മാറിക്കഴിഞ്ഞതിന് ശേഷം സാമ്പത്തികമായ സ്രോതസ്സുകൾ കണ്ടെത്തി ആ കുടുംബത്തെ അത്തരത്തിൽ രക്ഷിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങളുമായിട്ടാണ് കുടുംബശ്രീ സംവിധാനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കുടുംബശ്രീ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നു. അതോടൊപ്പം വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളെ നിയോഗിക്കുന്നു. അല്ലെങ്കിൽ കുടുംബശ്രീ അംഗങ്ങളുടെ കുട്ടികളെയൊക്കെ നിയോഗിച്ചുകൊണ്ട് അവർക്കൊക്കെ സ്വയം തൊഴിൽ കിട്ടത്തക്ക സംവിധാനങ്ങളും പഠനങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് കുടുംബശ്രീ സംവിധാനം മെച്ചപ്പെട്ട രീതിയിൽ ആ പ്രവർത്തനം കൂടി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ ഐശ്വര്യപൂർണ്ണമാക്കിയ വലിയൊരു പടുവൃക്ഷമാണ് കുടുംബശ്രീ എന്ന് ഉദ്ഘാടന വേളയിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V രാജൻ പറഞ്ഞു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച കുടുംബശ്രീ സംവിധാനം ഇപ്പോൾ ദാരിദ്ര്യം മാറി സാമ്പത്തികമായ സ്രോതസ്സുകൾ കണ്ടെത്തി കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ADS വൈസ് പ്രസിഡന്റ് സബൂറ കോഹൂർ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കൈരളി കുടുംബശ്രീ അംഗം സുപ്രിയ സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് സെക്രട്ടറി VR അജിത്തിന് ADSന്റെ വകയായി മൊമന്റോ നൽകി ആദരിച്ചു. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് അറിയും, കൊച്ചിയിലൊരു മാലിന്യ കൂമ്പാരം കത്തി. നമ്മളെ സംബന്ധിച്ചിടത്തോളം വീട്ടിന്റെ അറ്റത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യ കൂമ്പാരം നമ്മൾ കത്തുന്നതിനെക്കാട്ടി ഉപരി നമ്മളൊന്നും അറിഞ്ഞില്ല, എല്ലാ ദിവസവും പത്രത്തിൽ വായിച്ചത് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ തലമുറകൾ ബാധിക്കുന്ന രീതിയിലുള്ള രോഗികളായി അവിടെയുള്ള ആളുകൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഹൈക്കോടതി അക്കാര്യത്തിൽ നേരിട്ട് ഇടപെട്ടതും ഗവൺമെന്റിനോട് അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ പറഞ്ഞത്. കഴിഞ്ഞ തവണ ഒരുപക്ഷെ അതിന് തൊട്ട് മുമ്പ് വരെ മനസ്സുണ്ടെങ്കിൽ പൈസ കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പൊ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഒരു വീടിന് 600 രൂപ ഒരു ടാക്സിനെ പോലെ ആക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. അത് അവിടെയും തീരുന്നില്ല. ആരെങ്കിലും കൊടുത്തിട്ടില്ല എങ്കിൽ 3 മാസത്തിൽ കൂടുതൽ കൊടുത്തിട്ടില്ലെങ്കിൽ 50 രൂപ 75 രൂപയാകും. അത് വേറെ ആരുമല്ല, വില്ലേജ് ഓഫീസർ വന്ന് തിരിച്ചോണ്ട് പോകും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കഴിഞ്ഞ നിയമസഭാ സമ്മേളനം അത് നിയമമായി പാസാക്കി. ADS സെക്രട്ടറിയും CDS അംഗവുമായ ആശ റിപ്പോർട്ട് അവതരണം നടത്തി. ചടങ്ങിനോടനുബന്ധിച്ച് കുടുംബശ്രീ സെക്രട്ടറി ഉഷസ് രാജീവ് ഗാനം ആലപിച്ചു. വാർഡ് മെമ്പർ S ബിന്ദു, ADS അംഗങ്ങളായ പ്രസന്ന സുരേഷ്, വിജി ചന്ദ്രൻ, ചിത്രാമോൾ, രജി, ജിജി അലക്സ്, ധന്യ, സ്മിത, ആഡിറ്റർമാരായ ജയ അലക്സ്, സുമ സുരേഷ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. മറ്റ് വിവിധ കുടുംബശ്രീയിലെ അംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. ADS ചെയർപേഴ്സൺ മീര സുഭാഷ് നന്ദി പറഞ്ഞു. റിപ്പോർട്ടർ സുനിൽ G, കരവാളൂർ. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു.
കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ.